ഹായ് ഫ്രണ്ട്സ്, ചൂടായ കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. 3/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വരുമ്പോൾ മുറിച്ച് വെച്ച സവാള ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സാക്കി മൂടി വെക്കാം. വഴന്നു വന്ന സവാളയിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സാക്കി അതിൻ്റെ പച്ച മണം പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. ശേഷം ഒരു പച്ചമുളക് കേട്ടോ ഞാൻ ഇടുന്നുള്ളൂ. ഇവിടെ സ്പൈസി ആയിട്ടുള്ള മസാലപ്പൊടികൾ ഇടുന്ന എല്ലാവർക്കും ഇഷ്ടം. മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങും ഒരു മീഡിയം സൈസ് തക്കാളിയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി മിക്സാക്കി ഒരു 5 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. മസാലപ്പൊടി തയ്യാറാക്കുക. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കിയിട്ട് ഒരു കളർ മാറുമ്പോൾ നമുക്ക് ഫ്ലെയിം ഫാൻ ഓഫാക്കി കൊടുക്കാം. വഴഞ്ഞു വന്ന തക്കാളിയിലേക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി മിക്സാക്കിയിട്ട് അതിൻ്റെ സ്മെല്ല് ഒന്ന് റെഡിയായി വരുമ്പോൾ നമുക്ക് കഴുകി വെച്ച 500 ഗ്രാം ബീഫ് ഇട്ട് കൊടുക്കുക. ബീഫ് ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഗ്രേവിക്ക് ആവശ്യമായ രീതിയിൽ നമുക്ക് തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഗ്രേവി നല്ലോണം വേണമെങ്കിൽ ആവശ്യത്തിന് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുത്തോട്ടോ. ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുത്തിന്. ഉപ്പെല്ലാം റെഡിയാണോ നോക്കിയിട്ട് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് മല്ലിച്ചപ്പ് ഇട്ടിട്ട് മൂടി കൊടുക്കുക. ഓരോരുത്തരുടെ വിസിലിൻ്റെ കണക്കനുസരിച്ചിട്ട് ഞാൻ 6 വിസിലടുപ്പിച്ചിന്. അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.